ഹലോ ഹലോ, എവിടെ പോവാ? സ്നോയിൽ പോവാണോ? അതെ, ഞങ്ങൾ ഇന്ന് സ്നോയി മൗണ്ടനിൽ പോവാണ്. എന്നാ പിന്നെ തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേയിലെ ഇന്നത്തെ സ്നോയി മൗണ്ടൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. രാവിലെ നമ്മൾ 7 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ആ രാവിലത്തെ യാത്രയിൽ നമുക്ക് കിട്ടിയ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയ കാഴ്ചകളായിരുന്നു ആ റോഡ് ഡ്രൈവിൽ നമുക്ക് കിട്ടിയത്. വെറുതെ പറഞ്ഞല്ല കേട്ടോ. അന്നത്തെ ദിവസത്തെ സൺറൈസ് ടൈം 7:13 ആയിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയുടെ തുടക്കത്തിൽ ഒരു ബ്യൂട്ടിഫുൾ സൺറൈസ് ഒക്കെ കണ്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. പിന്നെ കൂട്ടം കൂട്ടമായിട്ട് ആകാശത്ത് പറന്നു പോകുന്ന കിളികളും വഴിയരികിലും മേഞ്ഞു നടക്കുന്ന ആട്ടുമാമയും പോത്തും കുഞ്ഞുങ്ങളും പശുക്കളും ഒക്കെയുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുപോകുമ്പോൾ കൂട്ടത്തില് ആ മനോഹരമായ പ്രകൃതിയെ തഴുകി ഉണർത്താൻ എന്ന പോലെ മഴയും പെയ്തു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അവസാനം ചെന്നെത്തുന്നത് കോരിത്തരിക്കുന്ന തണുപ്പിലേക്ക്. ഇതൊക്കെ പോരെ ഒരു അടിപൊളി വൈബുള്ള ട്രിപ്പ് ആസ്വദിക്കാൻ. ഞങ്ങൾ കണ്ട് ആസ്വദിച്ച മനോഹരമായ കാഴ്ചകളൊക്കെ നിങ്ങളും ഒന്ന് കണ്ടിട്ട് വാട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. കൂമ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പെട്രോൾ അടിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തത്. ഇനി നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലത്തെ ഷോപ്പുകളൊക്കെ ഇനി അങ്ങോട്ട് വഴിനീളെ നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഈ സ്നോയിലൊക്കെ എൻജോയ് ചെയ്യാനുള്ള സ്കേറ്റിംഗ് ബോർഡ്സും അതുപോലുള്ള സ്നോ പ്ലേ എക്യുപ്മെൻറ്റ്സും പിന്നെ ഐസിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ടയറിലൊക്കെ ഇടുന്ന സേഫ്റ്റി ചെയിൻസും അതുപോലെ നമ്മുടെ ജാക്കറ്റ്സുകളും സ്നോ ബൂട്ട്സും അങ്ങനെ പല ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഹയർ ചെയ്യാനും വാങ്ങാനും ഒക്കെ പറ്റും. പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ചെന്നത് മെക്ഡൊണാൾഡ്സിലാണ് കേട്ടോ. അവിടുന്ന് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നത്തെ യാത്ര തുടങ്ങിയത്.
ഇതാണ് പിള്ളേരുടെ Maybe I want this like this. I don't want Happy Meal. I want Happy Meal. വെയിറ്റ് ചെയ്ത് ഞാൻ തപ്പട്ടെ. അതല്ലേ Happy Meal വേണ്ട. ഇതുണ്ടായിരുന്നല്ലോ, ഇത് പറഞ്ഞാൽ മതിയായിരുന്നു നമുക്ക്. റിവ്യൂ എന്താ ഓർഡർ ചെയ്തത്? ഞാൻ ചെയ്തില്ല. അങ്ങനെ വഴി നിറയെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് സ്നോ മൗണ്ടനിലോട്ട് എത്താറായി. ആ ദൂരെ കാണുന്ന മൗണ്ടൻ കണ്ടില്ലേ, അത് നിറച്ചു മഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഡ്രൈവ് ചെയ്ത് അവിടെ എത്തുമ്പോഴേക്കും ആ മൗണ്ടൻസ് ഫുള്ള് മഞ്ഞ് കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. കാരണം അന്നത്തെ ദിവസം ഐസ് ഒത്തിരി ഉണ്ടായിരിക്കും എന്നതാണ് അതിൻ്റെ സൈൻ. ആ mountain ആണ് നമ്മൾ പോകുന്നത്. മഞ്ഞ് കണ്ടോ സുകുട്ടി മൗണ്ടനിൽ? അച്ചോ, അയ്യോ. അവിടെ പോണേ, അവിടെ പോണേ. ചെമ്പിക്ക് അവിടെ പോണോ? അച്ചോ, അയ്യോ. ഈ വഴി മുതൽ അങ്ങോട്ടാണ് ഇനി നമുക്ക് സ്നോ നല്ലതുപോലെ കാണാൻ തുടങ്ങാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള റോഡിലൊക്കെ നമുക്ക് സൈഡുകളിലായിട്ട് ഐസൊക്കെ വീണ് കിടക്കുന്നത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. ഒത്തിരി ഐസ് റോഡിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ ഐസ് ക്ലീനിങ് ചെയ്യുന്ന വണ്ടി ഉപയോഗിച്ച് അവർ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് റോഡ് ക്ലിയർ ചെയ്തിടാറുണ്ട്. ഇനി ഞാൻ പറഞ്ഞു തരുന്നതിൽ നല്ലത് നിങ്ങൾ തന്നെ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് വാ കേട്ടോ.
മഴയും സ്നോയും കൂടെയുള്ള ഒരുമിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. എത്ര പേർക്ക് അങ്ങനെ ഇത്രയും തണുത്തൊരു സമയത്ത് ഇവിടെ വരാൻ ഇഷ്ടമുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഈ ഓസ്ട്രേലിയയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയങ്ങളിലൊന്നാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് എന്നീ മാസങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്നോ ഒക്കെ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ മെയ്, ജൂണിലൊക്കെയാണ് നമ്മുടെ വിവിഡ് സിഡ്നി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം. മൊത്തത്തിൽ ഈ ഒരു സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും ഫെസ്റ്റിവൽസും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് നല്ല തണുപ്പൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് കാൻബറ പോലുള്ള സ്ഥലങ്ങളിൽ വളരെ തണുപ്പൊക്കെ ആയിരിക്കും. പക്ഷേ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇതുപോലുള്ള സ്നോയും ഐസും അല്ലെങ്കിൽ തണുത്ത പ്ലേസിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള എത്ര പേരുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തും കേട്ടോ. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇന്നത്തെ ഡേ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവിടെ നമുക്ക് സ്നോയിൽ സ്കൈയിങ്ങും സ്നോ ബോർഡിങ്ങും സ്നോ ബോൾ ഫൈറ്റും ഐസ് സ്കേറ്റിങ്ങും സ്നോ ടബിങ്ങും അതുകൂടാതെ ഐസ് കൊണ്ട് സ്നോ മാനൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്നോയിലും ഐസിലും ഒക്കെ പോകുമ്പോൾ പ്രോപ്പറായിട്ട് ക്ലോത്തിങ്ങും ഷൂ ഒക്കെ ഉപയോഗിച്ച് വേണം പോകാൻ. പ്രത്യേകിച്ച് കിഡ്സൊക്കെ ആയിട്ട് പോകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അത്ര എൻജോയ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കൂടാതെ നമ്മൾ സിക്കാവാനുള്ള ചാൻസും ഉണ്ട്. പിന്നെ അവിടെ വെച്ച് നമ്മൾ സിക്കായാലോ മെഡിക്കൽ അറ്റൻഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അതിനുള്ളിൽ തന്നെ മെഡിക്കൽ സെൻറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമുക്ക് എപ്പോഴും മെഡിക്കൽ അറ്റൻഷനൊന്നും ആവശ്യം വരില്ല. ജസ്റ്റ് ഫോർ ദ സേഫ്റ്റിക്കാണ് അവരത് അവൈലബിൾ ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഡ്രൈവിനിടയിൽ റോഡിൻ്റെ സൈഡിലുള്ള സ്നോയും ഐസിങ്ങും ഒക്കെ എൻജോയ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തുക കേട്ടോ. ഇസുകുട്ടി, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന വണ്ടിയാണ് അവർ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ റോഡിൽ വീണ് കിടക്കുന്ന ഐസൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് നമ്മൾ സ്നോ പ്ലോ എന്നാണ് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല തണുപ്പും ഉണ്ടായിരുന്നു, അതുപോലെ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും അതൊരു വൈബ് തന്നെയാണ് കേട്ടോ. ഈ രണ്ട് സൈഡും മഞ്ഞ് നിറഞ്ഞ് കിടന്നിട്ട് അതിൻ്റെ നടുക്കൂടെ ഈ ഒഴുകണ ഐസ് വെള്ളം കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളല്ലേ അത് കാണാനായിട്ട്. അത് ശരിക്കും നേരിട്ട് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഞങ്ങൾ സ്നോയിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ടോയ്ലറ്റിലൊക്കെ ചെന്നൊന്നും അത്യാവശ്യം സെറ്റായിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. കാരണം നമ്മൾ അവിടെ നടന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് സ്നോയിലൂടെ നടന്ന് തിരിച്ച് വരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്.
എൻ്റെ അമ്മോ, ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. എനിക്കൊരു രക്ഷയില്ല. എനിക്ക് വീഡിയോ എടുക്കണോ എൻജോയ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ആക്ച്വലി ഞാനിപ്പോൾ. വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണ്ടേ എന്നോർത്തുകൊണ്ട് ഞാൻ അങ്ങനെ തണുപ്പത്ത് ക്ലൗഡ്സ് ഒക്കെ ഊതി വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബിബി ഈസക്കുട്ടി അങ്ങ് മേളിലോട്ട് പോയി. To the snowy mountain. വെൽക്കം ടു ദ സ്നോയി മൗണ്ടൻസ് ബ്യൂട്ടി. ഇത്രയും ദൂരെയാണ് ഞാൻ നിൽക്കുന്നത്. ഫോക്കസിൽ നോക്കാം ചേട്ടാ. വരുന്നുണ്ട് വന്ന് 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 വന്ന്. God. ഇസക്കുട്ടി, snowy man, look at that. You didn't have to mouth. Yeah, we made it അല്ലേ? You didn't have to അന്ന ചേച്ചിയാണോ മേഡ് ചെയ്ത്? പൊട്ടെ സ്നോ പൊട്ടെ. Oh my god, look at that. Woo! Super. അത് ഫുൾ എടുക്ക്. ഇതെടുക്ക് ഇസക്കുട്ടി, നോക്കട്ടെ. വാവ്, വെച്ച് താഴെ വെച്ച് നോക്കട്ടെ. താഴെ വെച്ചെടി, നോക്കട്ടെ. വാവ്, സ്നോബോൾ. ഇങ്ങനെ താഴെ ഇങ്ങനെ വാ, ഇങ്ങനെ ഇങ്ങനെ ജമ്പ് ചെയ്താ.
അവിടെ നോക്കിയാ കളിക്കുന്നുണ്ടോ? രസമുണ്ടല്ലേ? My snowman. അയ്യോ. ഓ. Okay. My God, it's so nice. അങ്ങനെ ഞങ്ങൾ ശരിക്കും ഞങ്ങൾ പോലും അറിയാതെ ഫ്രീസായി നിന്ന് എൻജോയ് ചെയ്തു എന്ന് പറയാട്ടോ. കുറേ നേരം നമ്മൾ അവിടെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്നോമാനും ഐസിനും ഒക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിത് തിരിച്ചു പോവാട്ടോ. അങ്ങനെ നമ്മുടെ വഴിയരികിലുണ്ടായിരുന്ന ഐസൊക്കെ ഒന്ന് മാറി റോഡൊക്കെ നല്ല ക്ലിയർ ആയി തുടങ്ങി. ചെറിയ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്നോയി മൗണ്ടൻ വ്ളോഗ്സ് ഇഷ്ടമായോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലും ഷോർട്സിലും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യണേ. കാരണം ബിഗിനർ ആയിട്ടുള്ളൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഏത് തരം വീഡിയോസ് ആണെന്നുള്ളത് ലൈക്സിലും കമൻസിലൂടെയൊക്കെയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാവുന്നത്.
അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ യാത്ര തുടങ്ങിയത് നല്ലൊരു സൺറൈസൊക്കെ കണ്ടിട്ടാണെങ്കിൽ അതുപോലെ തന്നെ നല്ലൊരു സൺസെറ്റോടു കൂടിയാണ് യാത്രയും ഈ വ്ളോഗും ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.